ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് നിർത്തുന്നതെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡായി മാറുന്നത്. ആ ന്യൂക്ലിക് ആസിഡാണ് നമ്മുടെ ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്, അതേപോലെ റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്ത് നിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം നൈട്രോജനസ് സ്പേസ് ഉണ്ട്, ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അടുത്ത ന്യൂക്ലിയോടൈഡ് വന്നു, അതിൻ്റെ നൈട്രോജനസ് സ്പേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള ലിങ്കിങ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കണ്ടേ? ഇത് തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നിർത്തുന്നതെന്ന് നമുക്കത് കെമിക്കലി നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഡിയോക്സിറൈബോസ് അഥവാ റൈബോസ് ഷുഗർ എന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ ഡിയോക്സിറൈബോസ് ഷുഗർ എടുക്കുന്നെങ്കിൽ ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇപ്പോൾ നമ്മൾ റൈബോസ് ഷുഗർ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒ എച്ച് വരും. ഇത് ഡിയോക്സിറൈബോസ് ആയതുകൊണ്ട് സെക്കൻഡ് കാർബണിൽ എച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ എച്ച്, ഇവിടെ ഒ എച്ച്, ഇവിടെ എച്ച്, ഒ എച്ച്, CH2OH, അതേപോലെ എച്ച്. ഓക്കെ, ഇതാണ് ഡിയോക്സിറൈബോസ് ഷുഗർ. ഇനി നൈട്രോജനസ് സ്പേസുമായിട്ട്, അതായത് നൈട്രോജനസ് സ്പേസുമായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നൈട്രോജനസ് സ്പേസ് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ എന്തുണ്ട്? ഇവിടെ എച്ച് ഉണ്ട്. ആ എച്ച് നമ്മുടെ ഒ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, H2O റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ് H3PO4, അതിലെ ഒ എച്ചും ഇവിടുത്തെ ഒ എച്ചും കൂടെ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് H2O റിലീസ്ഡ് ആകുന്നു. അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഷുഗർ എടുത്തു, നൈട്രോജനസ് സ്പേസ് ഉണ്ട്, അതേപോലെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്. അതേപോലെ അടുത്ത ന്യൂക്ലിയോടൈഡിൻ്റെ എന്തുണ്ട്? നൈട്രോജനസ് സ്പേസ് ഉണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്. ഈ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിൽ നമുക്കറിയാം അതെങ്ങനെയാണ് വരിക? ഇവിടെ ഒരു OH ഉണ്ടല്ലോ, ഈ OHും ഇവിടുത്തെ OHും കൂടെ റിയാക്ട് ചെയ്യുന്നു, H2O റിലീസ്ഡ് ആവുന്നു. അങ്ങനെ നമുക്ക് എന്ത് ബോണ്ട് കിട്ടുന്നു? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കിട്ടുന്നു. സോ ഇനി ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.